പാഠം 906. ആത്മഹത്യകൾ ഉണ്ടാവുന്നത് അയൽക്കാർ തമ്മിലുള്ള വഴക്കിന് മധ്യസ്ഥം പറയാനെത്തിയ പഞ്ചായത്ത് മെമ്പർ തല്ലുകൊണ്ട് ആശുപത്രിയിലായി. വർഷങ്ങളായ വഴക്കിലായിരുന്ന രണ്ട് അയൽക്കാർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് പഞ്ചായത്ത് മെമ്പർ രാജപ്പൻ സ്ഥലത്തെത്തിയത്. ഇരു കക്ഷികളെയും വിളിച്ചുപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ച രാജപ്പനെ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇതാണ് ഈ നാടിന്റെ കുഴപ്പം. ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാൻ ചെല്ലുന്നവനെ തല്ലുക എന്ന് വെച്ചാല് ഇതുകൊണ്ടാ മോഹനട്ടാ ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ തലയിടാൻ പോരുതെന്ന്. വല്ലവരുടെയും കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നതിന് പറഞ്ഞു വരുമ്പോ എന്റെ മോഹനട്ടനുണ്ടല്ലോ ഈ അസുഖം. ഉപദേശം ആളെ നന്നാക്കുന്ന സുഖടേ. എല്ലാ ഉപദേശങ്ങൾക്കും ഒടുവിൽ കിട്ടാൻ പോകുന്ന ഇതായിരിക്കുവേ. എന്നെ മോഹനേഷ് സാറിനെ ആരും ഒന്നും ചെയ്യില്ല. മോഹനേഷ് സാർ ഒരാളെ ഉപദേശിച്ചാൽ അയാൾ നന്നായിരിക്കും. കാരണം ഈ നാട്ടുകാർക്കെല്ലാം മോഹനേഷ് സാർ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമാണ്. ഇതുവരെയുള്ള ഉപദേശമൊക്കെ ചെലവായിന്ന് കരുതി എന്നോ നടക്കുന്ന മോഹനട്ടൻ കരുതണ്ട. എല്ലാ ചക്കയിടുമ്പോഴും മൊയില് ചാകൂല. ഓക്കേ? ഹലോ, മോഹനേഷ് സാറിന്റെ വീടല്ലേ? അതെ, ആര്? എന്റെ പേര് തങ്കപ്പൻ എന്നാ. മോഹനേഷ് സാറിനെ ഒന്ന് കിട്ടുമോ? ആ, ഞാൻ വിളിക്കാം. മോനേട്ടാ ഇപ്പൊ വരും. പത്രം വായിച്ചോണ്ടിരിക്ക. മോഹനേട്ടാ. ഏതോ ഒരു തങ്കപ്പൻ. ഹലോ സാറേ, ഞാൻ തങ്കപ്പനാ, ബേക്കറി നടത്തുന്ന. ആ, മനസ്സിലായി. എന്താ തങ്കപ്പച്ചേട്ടാ രാവിലെ? ഹലോ സാറേ, അവള് പോയി സാറേ. ആര്? എന്റെ മോള് മീനാക്ഷി. എവിടെ പോയി? എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ ഒരു കടുങ്കി അവള് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇങ്ങനെ സംഭവിക്കുന്ന അറിയായിരുന്നെങ്കിൽ ആ കല്യാണം ഞാൻ നടത്തി കൊടുത്തേനെ. എന്താ സംഭവിച്ചത്? സുന്ദരേശൻ ഇന്നലെ പോലീസ് വിളിച്ചു. ഞാനാ അതിന്റെ പിന്നിൽ നമ്മൾ കരുതി കാണും. ആ ദേഷ്യത്തിന് അവൾ ചെയ്ത കടുകയാ സാറേ. എനിക്ക് ആരുമില്ലാതായി പോയല്ലോ. ഹലോ, പ്രഭു സാറേ, മോഹനേഷ് സാറില്ലേ? എന്താ തങ്കപ്പച്ചേട്ടാ? എനിക്ക് മോഹനേഷ് സാറിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആപ്പീസ് കാര്യമൊന്നുമല്ല. അയ്യോ, ആപ്പീസ് കാര്യത്തിനല്ലാതെ ആപ്പീസ് സമയത്ത് വന്നാലേ സാറിന്റെ സ്വഭാവം മാറും. എന്താ തങ്കപ്പച്ചേട്ടാ? സാറിനോടൊന്ന് സംസാരിക്കാൻ വന്നതാ. സാറിന് സമയമുണ്ടെങ്കിൽ വരൂ. സാറേ, പറയൂ, എന്താ പ്രശ്നം? എന്റെ മോള് മീനാക്ഷിയുടെ കാര്യമാ. മീനാക്ഷി എന്ത് പറ്റി? എന്റെ സാറേ, അവളൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുക. സുന്ദരേശൻ എന്നൊരുത്തനുമായി ഭയങ്കര പ്രേമം. അന്വേഷിച്ചപ്പോ അവനൊരു ലോക തരികിടയാന്ന് മനസ്സിലായി. കയ്യിലില്ലാത്ത ദുസ്വഭാവങ്ങൾ ഒന്നുമില്ല. കള്ള്, കഞ്ചാവ് എന്ന് വേണ്ട സർവ്വതും. മീനാക്ഷിയോട് സംസാരിച്ചില്ലായിരുന്നോ? ഉവ്, പക്ഷെ ഞാൻ പറഞ്ഞാലൊന്നും അവള് കേക്കത്തില്ല. വെട്ടൊന്ന് മുറി രണ്ടെന്നാ പ്രമാണം. അവളൊരു തീരുമാനം എടുത്തതാ. അല്ല, ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ അവളെ ഒന്ന് ഉപദേശിക്കണം. ഈ നാട്ടിൽ അവൾക്ക് ആകെ ബഹുമാനമുള്ളത് സാറിനെയാ. സാറിനെ പറ്റി അവൾ എപ്പോഴും സംസാരിക്കും. സാർ അവളെ കണ്ടൊന്ന് സംസാരിച്ച സുന്ദരേശനുമായുള്ള അടുപ്പം അവള് മറക്കും. തങ്കപ്പച്ചേട്ടൻ പേടിക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ ഞാൻ മീനാക്ഷിയോട് സംസാരിച്ചിരിക്കും. എന്റെ ഉപദേശം കേട്ടാൽ പിന്നെ മീനാക്ഷി സുന്ദരേശൻ എന്നൊരു പേര് പോലും പറയില്ല. ധൈര്യമായിട്ടിരിക്കും.
എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ഈശ്വരാ. എന്റെ വിഷമം സാറിന് മനസ്സിലാവാത്ത എന്താ? ഒരാളെ പ്രേമിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? ഈ പ്രേമിക്കുന്നത് തെറ്റാണെന്ന് വെച്ചാൽ ഞാനിപ്പോ എന്താ പറയുക? ഇവിടെ അല്ല, ഇവിടുത്തെ പ്രശ്നം പ്രേമല്ലല്ലോ, പ്രേമിക്കുന്ന ആളാണല്ലോ. മീനാക്ഷിക്ക് ഒരാളോട് പ്രേമം ഉണ്ടായതല്ല തങ്കപ്പ ചേട്ടന്റെ പ്രശ്നം. ആ ആൾ സുന്ദരേശനാണ് എന്നുള്ളതാണ്. സുന്ദരേശന്റെ സ്വഭാവത്തെ കുറിച്ച് ഈ നാട്ടിലുള്ള സകലർക്കും മോശമായ അഭിപ്രായമാണ്. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതല്ലേ സാർ? സുന്ദരേഷൻ ചേട്ടൻ കള്ളു കുടിക്കുമെന്നും കഞ്ചാവ് ഒലിക്കുമെന്നൊക്കെ ആളുകൾ പറയുന്നു. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം എങ്ങനെ വിശ്വസിക്കും? സുന്ദരേഷൻ ചേട്ടന് വേറെ ഏതൊക്കെയോ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പലരും പറഞ്ഞു. അതും ഞാൻ കണ്ടില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടാലേ വിശ്വസിക്കൂ എന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ മീനാക്ഷി? മീനാക്ഷിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ അച്ഛൻ ഈ ബന്ധത്തിന് എതിര് നിൽക്കുന്നത്? മീനാക്ഷിയുടെ ഭാവി നന്നായി കാണണമെന്ന ആഗ്രഹം കൊണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടി ജീവിക്കുമ്പോഴല്ലേ എന്റെ ഭാവി നന്നാവുള്ളൂ. എനിക്ക് സന്തോഷം ഉണ്ടാകണമെന്നാണ് അച്ഛന്റെ ആഗ്രഹമെങ്കിൽ സുന്ദരേഷൻ ചേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കല്ലേ വേണ്ടത്? ഇതൊക്കെ മീനാക്ഷി ഇപ്പൊ തോന്നും. കുറച്ച് കഴിയുമ്പോ അച്ഛനും ഞാനും ഒക്കെ പറഞ്ഞത് ശരിയാണ് എന്ന കാര്യം ബോധ്യപ്പെടും. അപ്പോഴേക്കും രക്ഷപ്പെടാൻ പറ്റാത്തത്രയും കുഴിയിലേക്ക് മീനാക്ഷി വീണിരിക്കും. മീനാക്ഷി ഒരാളെ പ്രേമിക്കുന്നതിലോ കല്യാണം കഴിക്കുന്നതിലോ ഒന്നും തങ്കപ്പ ചേട്ടന് ഒരു വിരോധവും ഇല്ല. പക്ഷേ അത് സുന്ദരേശനാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അത് മീനാക്ഷിക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹമുള്ളതുണ്ടല്ലേ? ശരി, ഞാൻ സുന്ദരേഷൻ ചേട്ടനെ മറക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരാളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം. വേറെ ആളുകളുണ്ടോ? ഒരാള്. പണ്ട് തൊട്ടേ എനിക്ക് അയാളോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മനുഷ്യൻ, കള്ളു കുടിക്കൂല, പുകവലിക്കൂല, ഒരു തുശീലവും ഇല്ല. അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച ഞാൻ സുന്ദരേഷൻ ചേട്ടനെ മറക്കാം. ആരാത്? മീനാക്ഷി പറയൂ. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തരും. വേറെ ആരും അല്ല, സാറ് തന്നെ. ഞാനോ? എനിക്ക് സാറിന് വലിയ ഇഷ്ടമാ. അച്ഛനും എതിർപ്പുണ്ടാവില്ല. സാർ എന്നെ കല്യാണം കഴിക്കോ? അതെനിക്കൊരു പ്രശ്നമേ അല്ല. എന്ത് പ്രശ്നം? സാർ ആരും എങ്ങ ഡൈവോഴ്സേ, പിറ്റേ ദിവസം നമ്മുടെ കല്യാണം നടത്താം. കുട്ടി, അതല്ലല്ലോ ഈ പ്രശ്നത്തിന് പരിഹാരം. അതേ ഉള്ളൂ ഈ പ്രശ്നത്തിന് പരിഹാരം. എനിക്ക് സാറിനെ ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയുമ്പോ സാറ് സമ്മതിക്കുന്നില്ല. ഇഷ്ടമുള്ള വേറെ ആളെ കല്യാണം കഴിക്കാൻ നോക്കുമ്പോ അതിനും എതിർപ്പ്. ഇതെവിടുത്തെ ന്യായം? ദേ സാറേ, എന്താ? ഒന്നുകിൽ സാർ എന്നെ കെട്ടണം, അല്ലെങ്കിൽ എന്നെ എന്റെ വഴിക്ക് വിടണം. അതല്ലാതെ ഞാനും സുന്ദരേഷൻ ചേട്ടൻ തമ്മിലുള്ള ബന്ധം തകർക്കാൻ നോക്കിയ വിവരം അറിയുന്നത് സാറായിരിക്കും. സാർ എന്റെ ജീവിതം തകർത്തു എന്ന് പറഞ്ഞൊരു കത്തെഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. പോലീസുകാര് കത്ത് കണ്ടുപിടിക്കും, സാർ അകത്തും പോവും. അയ്യോ, ചിലപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ കുട്ടിയുള്ളത്? മീനാക്ഷി ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചോ? ഞാനും മീനാക്ഷിയും തമ്മിൽ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്റെയും സുന്ദരേഷൻ ചേട്ടന്റെ കല്യാണം നടത്തി തരേണ്ടത് സാറിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് തടസ്സം ഉണ്ടായാൽ ഞാൻ എഴുതിയ എഴുത്തുമായി പോലീസുകാർ സാറിന്റെ വീട്ടിലെത്തും. ഇവിടെ രണ്ടും കൽപ്പിച്ച സ്ത്രീ പീഡനത്തിനും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിനും സാർ അകത്തും പോവും. അയ്യോ, ഓർത്തോ? ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. വെറുതെ പറയുന്നല്ലേ അല്ലേ? ഈശ്വര, അവളെ എഴുത്തൊരു എഴുതിച്ചിട്ടുണ്ടാവോ? എങ്കിൽ ഞാൻ അകത്ത് പോയത് തന്നെ.
അയ്യോ സാറേ നമസ്കാരമുണ്ട് സാർ. ഞാൻ വന്നതേ ദാമോദര സാറിന്റെ സ്ഥലം അളക്കുന്ന കാര്യം പറയാനാണ്. അതോടെ നിൽക്കട്ടെ, വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഉത്തമൻ അറിഞ്ഞോ? അറിഞ്ഞാ എന്ത്? അല്ല, ആരെങ്കിലും പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? സാറെന്താണ് ഈ ചോദിക്കുന്നത്? നമ്മുടെ തങ്കപ്പിച്ചേട്ടനെ ബേക്കറി നടത്തുന്ന തങ്കപ്പിച്ചേട്ടൻ, അങ്ങയുടെ മോളുടെ കാര്യം വല്ല അറിഞ്ഞോ? മീനാക്ഷിയുടെ ഏതാ? ഇല്ല ഇല്ല ഇല്ല. എന്ത് സാറേ? എന്താ പ്രശ്നം വെച്ചാ? സാറേ, മിനിയാന്നൊരു സംഭവം ഉണ്ടായി. എന്താ? ഞാൻ വഴിയിൽ വെച്ച് മീനാക്ഷിയെ കണ്ടു. ഓ ഹലോ, അതെ ഉത്തമനാണ്. എന്തൊക്കെയുണ്ട് സദാശിവ വിശേഷങ്ങൾ? അതെ 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 അതെ. അയ്യോ, നമ്മൾ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട്. അല്ല, നമ്മളെവിടെ പോവാൻ? അല്ല, ഇപ്പൊ നീ എന്താണ് പതിവില്ലാതെ വിളിച്ചേ? ഓ, അതിനെന്ത്? ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്നെ വിളിച്ചാ പോരെ? ഉത്തമം വിചാരിച്ച നടക്കാത്ത എന്ത് കാര്യമാണുള്ളത്? നീ ഒരു കാര്യം ചെയ്, വൈകിട്ടൊരു 5 മണിയാവുമ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലോട്ട് വാ. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം, പോരെ? ഓ, നീ ഒന്നും പേടിക്കണ്ടേ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഓ ശരി 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 ശരി. അല്ല, ആര്? മീനാക്ഷിയാ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഒന്നുമില്ല. ഉത്തമൻ ചേട്ടാ എങ്ങോട്ടാ? അയ്യോ, അതെന്തോന്ന് ചോദ്യം മീനാക്ഷി? നേരം വെളുത്താ ഞാൻ ഈ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. പകൽ മുഴുവൻ യാത്രയോട് യാത്ര. പിന്നെ ഈ നാട്ടിലുള്ള നാട്ടുകാരുടെ എന്തെല്ലാം പ്രശ്നങ്ങളെന്നറിയാൻ ഞാൻ പരിഹരിച്ചു കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചത് ഇപ്പൊ എങ്ങോട്ടെന്നാണ്. ഇപ്പോ നേരെ കൃഷി ഓഫീസിലോട്ട് പോണം. കൃഷി ഓഫീസിലെ ജനാർദ്ദന സാറിനെ ഒന്ന് കാണണം. അവിടുന്ന് നേരെ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോണം. മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടൻ 11 മണിക്ക് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഇലക്ട്രിസിറ്റി ബോർഡില്. മതി. കൃഷി ഓഫീസിലേക്ക് പോണ വഴിക്കല്ലേ പോസ്റ്റ് ഓഫീസ്? ഞാനൊരു കത്ത് തന്ന ബോക്സിലേക്ക് ഇട്ടേക്കാവോ? എന്താ ചിരിക്കണേ? ചിരിച്ചതിന് 2 കാരണങ്ങളുണ്ട്. മീനാക്ഷി തരുന്ന കത്ത് അവിടെ കൊണ്ടുവന്ന് ഇട്ടയ്ക്കാമോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉത്തമൻ ചേട്ടൻ പോകുന്ന വഴി ഈ കത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് ഒന്ന് ഇടാമോ എന്ന് പറഞ്ഞാ പോരെ? രണ്ടാമത്തെ കാര്യം? അല്ല, ഇക്കാലത്ത് ആളുകൾ കത്ത് എഴുതാറുണ്ടോ? പ്രത്യേകിച്ച് മീനാക്ഷിയുടെ പ്രായത്തിലുള്ള കുട്ടികള്. നിങ്ങൾക്ക് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ അല്ലേ പ്രിയം? വേണമെങ്കിൽ മെസ്സേജ് വായിക്കാം. ഇത് അങ്ങനെയുള്ളൊരു കത്തല്ല. പിന്നെ കുറച്ച് ഗൗരവമുള്ളതാ. ഗൗരവമുള്ളതാ? ഇതൊന്ന് പോസ്റ്റ് ചെയ്തേക്ക്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കാന്തല്ലൂർ PO. ഇതെന്താ? ഇത് പോലീസുകാർക്കുള്ളതാ. ഉത്തമൻ ചേട്ടൻ ഇപ്പൊ തന്നെ ഇത് പോസ്റ്റ് ചെയ്യണം. അല്ല മീനാക്ഷി, ഈ SIക്ക് അപ്പൊ ശരി. ഉത്തമൻ ചേട്ടനെ കണ്ടതുകൊണ്ട് എനിക്ക് ജോലി എളുപ്പമായി. ഇനി വന്നിടത്തേക്ക് തിരിച്ചു പോവാലോ. അപ്പൊ വീട്ടിലോട്ടല്ലേ? വീടൊക്കെ എന്നാ ഉത്തമൻ ചേട്ടൻ ഉണ്ടായത്? അതിനൊക്കെ എത്രയോ മുമ്പ് നമ്മളുണ്ടായിരുന്നു. ആകാശത്തെ നക്ഷത്രങ്ങൾക്കിടയിലും കടലിലെ തിരമാലകൾക്കിടയിലും. പോകുകയാണെങ്കിൽ അങ്ങോട്ട് പോണം. അതെന്തൊന്ന് വർത്താനാണത്? കവിതയായിരിക്കും. ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെയൊക്കെ ഓരോ കാര്യേ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ടപ്പന കവിത എങ്ങ് വരും. എന്നാൽ SIയുടെ പേരിലൊരു എഴുത്താ. അത് എന്തിനായിരിക്കും? പോയാ എന്തെങ്കിലും ആവട്ടെ, പോസ്റ്റ് ചെയ്തേക്ക. ആ എഴുത്തൊത്തും എന്ത് ചെയ്തു? ഞാൻ അപ്പൊ തന്നെ കൊണ്ടുപോയി തപാൽ പെട്ടിയിലിട്ടു. അപ്പൊ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്താണ് സാറേ? അവൾ അവസാനം ഉത്തമനോട് പറഞ്ഞ വാചകത്തിൽ എല്ലാം ഉണ്ട്. വീടുണ്ടാകുന്നതിന് മുൻപ് നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കിടയിലും കടലിലെ തിരമാലകൾക്കിടയിലുമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നു എന്നല്ലേ അവള് പറഞ്ഞത്? അതിന്റെ അർത്ഥം തോന്നുന്നു മനസ്സിലായില്ലേ? ഇല്ല. അവൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു.
ഈശ്വരാ, അവളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് എഴുതി എഴുത്താണ് അവൾ ഉത്തമനെ ഏൽപ്പിച്ചത്. സാറെങ്ങനെ ഉത്തരവാദിയാവും? ഒരു നല്ല ഉദ്ദേശം വെച്ച് ഞാനൊന്ന് ഉപദേശിച്ചു പോയി. അതാ കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ വാശി അവൾ തീർത്തു. അയ്യോ. സാറേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. സാറിന്റെ പേര് എഴുത്തിലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി നോക്കുന്നതാണ് നല്ലത്. എഴുത്ത് പോലീസുകാരുടെ കയ്യിൽ കിട്ടിയെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ സാറിനെ വിളിക്കാം. അയ്യോ ഉത്തമ, അയ്യോ 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 ഈശ്വരാ. പാമേ, നീ പറഞ്ഞില്ലേ ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി നാട്ടിൽ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടെന്ന്. അതെ, ഏതൊക്കെ നിയമങ്ങളാ? ഏത് നിയമ മോഹനേട്ടൻ അറിയേണ്ടത്? സ്ത്രീകളെ ഉപദ്രവിക്കുകയോ ദേഹത്ത് തൊടുകയോ പരിഹസിക്കുകയോ എന്തിനധികം അനാവശ്യമായിട്ടൊന്ന് തുറച്ചു നോക്കിയാൽ പോലും അത് കേസാവും. ഏതെങ്കിലും ഒരു പെണ്ണ് വെറുതെ എന്തെങ്കിലും പറഞ്ഞാലോ? വെറുതെ പറഞ്ഞാണോന്ന് അന്വേഷണമൊക്കെ കഴിയുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അതുവരെ പ്രശ്നം തന്നെയാണ്. അപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരാളോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് ഒരു എഴുത്തിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്താലോ? അത് പ്രശ്നമാ. സംഗതി ആത്മഹത്യയാണെങ്കിൽ എഴുത്തിൽ പേരുള്ള ആളുടെ കാര്യം പോക്ക മോനട്ടാ. അതെന്ത് നിയമം? മര്യാദക്ക് നടക്കുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു പെണ്ണ് എഴുതെഴുതി വെച്ചാലോ? ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ആരെങ്കിലും ആത്മഹത്യ ചെയ്യൂ? ഇതിപ്പോ എന്നെ പറ്റി ഒരു പെണ്ണങ്ങനെ എഴുതിയെന്ന് കരുതുക. ഞാനൊരു തെറ്റും ചെയ്യലെന്ന് നിനക്കറിയാലോ. അതിന് ഞാൻ അറിഞ്ഞോട്ട് എന്താ കാര്യം? പിന്നെ പോലീസിനും കോടതിക്കകത്ത് ബോധ്യപ്പെടണ്ടേ? പിന്നെ മോഹനേട്ടനെ പറ്റി ഒരു പെണ്ണും അങ്ങനെ എഴുതി വെക്കൂലല്ലോ. വെച്ചാലോ? വെച്ചാത് പ്രശ്നോ? ഒരാവശ്യമില്ലാതെ അവളെ ഉപദേശിക്കാൻ പോയതിന്റെ ശിക്ഷയാണിത്. ഈശ്വര, പോലീസാണോ? ഇതാരാ? എന്തിനാളിങ്ങനെ തുറച്ചു നോക്കുന്നു? മോഹനകൃഷ്ണ സാറിന്റെ വീടല്ലേ? അതെ, ഞാനാണ് മോഹനകൃഷ്ണ സാറ്. എന്റെ പേര് സുന്ദരേശൻ. ഈശ്വര, പേര് കേട്ടപ്പോ സാറിന് മനസ്സിലായി കാണുമല്ലോ. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയ കാര്യം സാർ അറിഞ്ഞായിരുന്നോ? ബബ്ബക്കച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു. സാർ ഒരാള് കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഞാനോ? ആരാ മോനേട്ടാ? ഇത് സാറിന്റെ ഭാര്യയാണോ? എന്റെ പൊന്നു ചേച്ചി, ഈ സാറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യസന്ധൻ, മാന്യൻ, നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നവൻ എന്നൊക്കെ. പക്ഷേ സാറിന് ഒരു ദ്രോഹവും ചെയ്യാത്ത എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്താ മോനേട്ടാ പ്രശ്നം? ഇതാരാ? എനിക്കറിഞ്ഞൂടാ. ആ, ഞാൻ പറയാം. എന്റെ പേര് സുന്ദരേശൻ. കുറച്ച് തരികിട ബിസിനസ് ഒക്കെ ഉണ്ട്. സത്യം പറയാലോ, ചെറിയ തോതിൽ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കൊണ്ട് നടന്ന് ബിസിനസ് ചെയ്യുന്ന പരിപാടിയൊക്കെ എനിക്കുണ്ട്. ഇതിനിടയിൽ ഞാനൊരു പെങ്കൊച്ചുമായിട്ട് അടുപ്പത്തിലായി. അവളുടെ പേര് മീനാക്ഷി. അവൾക്ക് എന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. അവളുടെ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞിട്ടും അവള് പിന്മാറിയില്ല. മോഹനേട്ടനറിയോ ഈ മീനാക്ഷി? പക്ഷേ ഈ മോഹനകൃഷ്ണൻ സാർ ഉപദേശിച്ച് അവളുടെ മനസ്സ് മാറ്റിക്കളഞ്ഞു. മിനിഞ്ഞാന്ന് രാവിലെ അവൾ എന്നോട് പറയാ, വേറെ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ലായിരുന്നു, പക്ഷേ മോഹനകൃഷ്ണ സാറ് പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എന്ന്. അവളും ഞാനും തമ്മിൽ വഴക്കിലായി. അവൾ അതിന് പ്രതികാരം ചെയ്തത് എങ്ങനെയാണെന്ന് ചേച്ചിക്കറിയോ? ചെയ്തു. ഞാൻ പോകാറുള്ള സ്ഥലവും എന്റെ കൂട്ടുകാരുടെ പേര് സഹിതം ഒരു എഴുത്തെഴുതി SIക്ക് അവൾ അയച്ചു കൊടുത്തു.
ആ എഴുത്ത് കിട്ടി 10 മിനിറ്റിനകം SI എന്നെ പൊക്കിക്കൊണ്ടുപോയി. ഭാഗ്യവശാൽ തൊണ്ടിയൊന്നും കിട്ടിയില്ല. ഇനി ഈ കച്ചവടവുമായി ഈ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ട ചവിട്ടി നട്ടലൊടിക്കുമെന്ന് പറഞ്ഞ SI എന്നെ പറഞ്ഞു വിട്ടത്. സാറേ, സാർ ഒരാള് കാരണം എന്റെ കച്ചവട കൂട്ടിപ്പോയത്. എന്നെങ്കിലും ഒരിക്കൽ എനിക്കൊരു അവസരം കിട്ടും, അന്ന് ഞാൻ ഇതിന് പകരം ചോദിച്ചോളാം. അതൊന്നും നേരിട്ട് പറയാനാ ഞാൻ വന്നത്. ആ ഇതെന്താ മോനട്ടാ? മോനട്ടാ, ഹലോ, അതെ. ആ തങ്കപ്പൻ ചേട്ടാ, ഒരു സംഭവം ഉണ്ടായി. ഞാൻ എപ്പോ? അതെയോ? എന്റെ ചെറിയ എനിക്ക് സമാധാനമായത്. ഒന്നുകൂടെ ഉപദേശിക്കാനോ? അത് അത് ശരിയാവില്ല. ഞാന് ഒരു പ്രാവശ്യം ഉപദേശിക്കൂ. ശരിയപ്പോ മീനാക്ഷി വീട്ടിലെത്തിയെന്ന്. മീനാക്ഷിയോട് പോയതായിരുന്നു? എനിക്ക് ഇതുവരെ കാര്യങ്ങളൊന്നും പിടികിട്ടില്ല മോനട്ടാ. എവിടെ പോയാണെങ്കിലും ആള് തിരിച്ചെത്തിയല്ലോ. എന്റെ പ്രശ്നം അതോട് തീർന്നു. അല്ല, ഈ മീനാക്ഷിയുടെ തിരിച്ചൊരു മോഹനട്ടം തമ്മിൽ എന്താ പ്രശ്നം? അതൊരു വലിയ കഥയാ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി പേടിക്കുക എന്നത് വില്ലേജ് ഓഫീസറുടെ സ്ഥിരം രീതിയാണ്. മീനാക്ഷിയെ ഉപദേശിച്ച് നന്നാക്കാനുള്ള മോഹനകൃഷ്ണന്റെ ശ്രമം ഫലം കണ്ടു എന്നതാണ് സത്യം. മീനാക്ഷിയെ നന്നാക്കിയെടുത്ത ഈ മഹാന് അഭിവാദ്യമർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.